എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളെ വീട്ടിൽ അത് സംഭവിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഒന്നുകിൽ നമ്മളെ മക്കളിൽ സംഭവിക്കണം, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരിൽ സംഭവിക്കണം, അല്ലെങ്കിൽ നമ്മളെ ഏട്ടൻ അനിയന്മാരിൽ ആരെങ്കിലൊക്കെ ആ അപകടങ്ങളും ആ കാര്യങ്ങളും സംഭവിക്കുമ്പോഴേ നമുക്കത് ബോധം വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞ അറിവ് ഒരിക്കലും നമ്മളെ ചെവി കൂടി കേട്ട് അങ്ങ് പോവുള്ളൂ. പക്ഷേ അനുഭവത്തിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുള്ളൂ. പക്ഷേ അനുഭവിച്ചാലും മനസ്സിലാക്കാത്ത കുറെ ആൾക്കാരുണ്ട്. ഇന്നലെ ഒരു അച്ഛന്റെ മോൻ നഷ്ടപ്പെട്ടപ്പോൾ അച്ഛൻ പറയാണ്, ഇന്റെ മോനെ വെച്ചിട്ട് മറ്റുള്ളവർ മുതലെടുക്കുകയായിരുന്നു, മറ്റുള്ളവര് എന്റെ മോനെ വെച്ച് ചൂഷണം ചെയ്യുകയായിരുന്നു എന്നുള്ളത്. അല്ല, നമ്മളെ മോന് എവിടെ പോകുന്നു, എവിടെ വരുന്നു, ആരേറ്റ് കൂട്ടുകൂടുന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. നമ്മളെ മോനെ വെച്ചിട്ട് മുതലെടുക്കാൻ അവന് നിന്നൊടുത്തതിന് ശേഷമല്ല അവനങ്ങനെ ചെയ്യുന്നത്. അപ്പോ ഇന്നലെ ആ അച്ഛന്റെ മോൻ നഷ്ടപ്പെട്ടപ്പോ മനസ്സിലായി, ഇന്റെ മോൻ നഷ്ടപ്പെട്ടത് ഇങ്ങനെ സംഭവം കൊണ്ടാണ്. പക്ഷെ ആ മോന് കാരണം എത്ര കുടുംബങ്ങൾ നഷ്ടപ്പെട്ട്, എത്ര കുടുംബങ്ങൾ അനാഥായി, മറ്റുള്ളവരെ എങ്ങനെ ദ്രോഹിച്ച്, മറ്റുള്ളവരെ എങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് ആ അച്ഛൻ അപ്പോഴും ചിന്തിക്കണില്ല. അപ്പൊ നമ്മളെ മക്കൾ എവിടെ പോയിട്ട് കൂടുന്നു, നമ്മളെ മക്കൾ ആരേറ്റ് സുഹൃത്ത് കൂടുന്നു, ആരേറ്റ് പോയിട്ട് പരിചയപ്പെടുന്നു, ആരേറ്റ് ഇടപഴകുന്നു എന്നൊക്കെ അന്വേഷിക്കേണ്ടത് നമ്മളാണ്. നമ്മളെ മക്കൾ ആ മകൻ ജീവിച്ചിരിക്കുമ്പോ ആ മകൻ പോണ തെറ്റിൽ ആ അച്ഛൻ പറയാം, മോനെ ഞാൻ പോണ തെറ്റാണ്, നീ നല്ല വഴിക്ക് പോ, നിന്നെ വെച്ച് അവർ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ളത് ആ മോനെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ആ അച്ഛനക്ക് മോൻ നഷ്ടപ്പെടില്ലായിരുന്നു. ആ മോന്റെ കാരണം മറ്റുള്ളവരുടെ കുടുംബം അനാഥാകൂലായിരുന്നു. മോന്റെ കാരണത്താൽ മറ്റുള്ള കുടുംബം ഭീഷണിയിലാവൂലായിരുന്നു. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ല, നമ്മളെ മോൻ പോയത് തെറ്റിൽക്കാണ്, നമ്മളെ മോൻ പോയത് തെറ്റിൽക്കാണ് എന്നുള്ളത്. അത് മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ നിന്ന് കൊടുത്തതിന് ശേഷമാണ് അവർ നമ്മളെ ചൂഷണം ചെയ്യണം. അല്ലാതെ അവരെ നമ്മളെ വന്ന് ചൂഷണം ചെയ്യല്ല. അപ്പൊ ആദ്യം നമ്മൾ അതിന് വഴി ഒരുക്കി കൊടുക്കാതിരിക്കുക. നമ്മളെ മക്കൾ ഏത് കാര്യത്തിലാണ് പോയി ഇടപഴകുന്നത്, ആരേറ്റാണ് ഇടപഴകുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഇന്നലെ ആ അച്ഛൻ പറഞ്ഞ സത്യമാണ്. അത് ഏതൊരു മക്കളാണെങ്കിലും നമ്മൾ അതില് എന്താ പറയാ സന്തോഷിക്കല്ല, നമ്മക്കൊണ്ട് ദുഃഖം. ഏതൊരു മനുഷ്യനും ഒരാളെയും കൊല്ലാനോ ഒരാളെയും ജീവൻ എടുക്കാനോ ഒരാൾക്കും അധികാരമില്ല. അത് ആ ഒറ്റ ഒരാൾക്കേ ഉള്ളൂ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ നഷ്ടപ്പെട്ട നമ്മളെ കുടുംബത്തിനാണ്. അതിപ്പോ ഈ രാഷ്ട്രീയത്തിലാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യത്തിൽ പ്രവർത്തിക്കുക, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഈ രാഷ്ട്രീയത്തിലൊക്കെ ഇരിക്കണ ഓരോരോ ആൾക്കാരെ മക്കള് അവരെന്തെങ്കിലും വന്നിട്ട് തല്ലുകൊള്ളാനോ അല്ലെങ്കിൽ സമരത്തിനോ എന്തിനെങ്കിലൊക്കെ വന്നിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആദ്യം ചിന്തിച്ചാൽ മതി. അവരാരെങ്കിലും വന്നുകാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തല്ലുകൊള്ളാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിൽ ചിന്താവിളിക്കാനോ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവരെ മക്കളൊക്കെ നല്ല പൊസിഷനിൽ, നല്ല ഉയർന്ന സ്ഥലത്ത്, നല്ല ജോലിയും വാങ്ങിയിട്ട് കുടുംബം പോറ്റി അവർ ഒരു പ്രശ്നമില്ലാതെ അവർ സുഖസുന്ദരമായിട്ട് ജീവിക്കുകയാണ്. നമ്മളെ മക്കൾ ഈ അടി കൊള്ളാനും കുത്തുകൊള്ളാനും പോകുമ്പോൾ ആദ്യം മനസ്സിലാക്കുക, അവര് നമ്മളെ വെച്ച് മുതലെടുക്കുക തന്നെയാണ് എന്നുള്ളത്. നമുക്ക് അവരെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. നമുക്ക് ദോഷം